ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരെ ആ വീഡിയോസ് കാണുക. ഓക്കെ, ഇത് നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 20ലെ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പിലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ഓക്കെ, അപ്പോൾ 6th one, സപ്പോസ് യു റൈറ്റ് ഡൗൺ ഓൾ ദ നമ്പേഴ്സ് 1 2 3 4 etc. 9 10 11 etc. The 10th digit you write is 1 and the 11th digit is 0 as part of the number 10. Okay, then find first one. What would be the digit be? At which number would it occur? ഇതിന് പറഞ്ഞിട്ടുള്ള നമ്മൾ നമ്പേഴ്സ് എഴുതുമ്പോൾ 1 2 3 4 10 എക്സെട്ര 10 വരെ എഴുതുമല്ലോ. അപ്പോൾ അതിലെ 10th ഡിജിറ്റ് ഏതാണ്? 1 ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെ വന്നു നമുക്ക് നോക്കാം. 1 2 3 4 എക്സെട്ര 9 10. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ 9 ആയി. ദെൻ 10th ഡിജിറ്റ്, 10th നമ്പർ അല്ല, 10th ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ 10ലെ ഫസ്റ്റ് 1 ആണല്ലോ 10th ഡിജിറ്റ് എന്ന് പറയുന്നത്. 10th ഡിജിറ്റ് എന്ന് പറയുന്നത് 10നകത്തുള്ള 1 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് 11th ഡിജിറ്റ് ആണ്. 11ാമത്തെ നമ്മൾ എഴുതുന്ന നമ്പറാണ് 0 എന്ന് പറയുന്നത്. ദെൻ 11 എഴുതുമ്പോൾ 11ലെ ആദ്യത്തെ 1 12ാമത്തെ ഡിജിറ്റും രണ്ടാമത്തെ 1 13ാമത്തെ ഡിജിറ്റുമാണ് അല്ലേ. ദെൻ 12 നമ്മൾ എഴുതുമ്പോൾ അവിടെ അടുത്ത ഡിജിറ്റ് ഏതാ? 14. ഈ 1 14 ആണ്. 14th ഡിജിറ്റ് 14ാമത്തെ നമ്പറാണ്. ദെൻ 2 എന്ന് പറയുന്നത് 15th ഡിജിറ്റ് ആണ്. 15th ഡിജിറ്റ്. ഓക്കെ, കൂട്ടുകാർക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മൾ 1 2 3 4 എന്നിങ്ങനെ എഴുതുമ്പോൾ 10ലെ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് 10th ഡിജിറ്റ് ആണ്. 9 കഴിഞ്ഞ് 9 വരെ ആകുമ്പോൾ 9 ഡിജിറ്റ് ആണ്. ദെൻ 10നകത്തുള്ള 1 എന്ന് പറയുന്നത് 10ാമത്തെ ഡിജിറ്റ് ആണ്. 0 എന്ന് പറയുന്നത് 11th ഡിജിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 1000th ഡിജിറ്റ്, അതായത് 1000th ഡിജിറ്റാ ചോദിച്ചത്. 1000th നമ്പർ അല്ല, ഡിജിറ്റാ ചോദിച്ചത്. ഡിജിറ്റ് എന്താന്ന് കണ്ടുപിടിക്കണം. ആ ഡിജിറ്റ് 1000th ഡിജിറ്റ് ഒക്കെ ഈ 1000th ഡിജിറ്റ് വരുന്നത് ഏത് നമ്പറിലാണെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 250 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്താൽ ഇതിലെ 2 എത്രാമത്തെ ഡിജിറ്റ് ആണ്, 5 എത്രാമത്തെ ഡിജിറ്റ് ആണ്, 0 എത്രാമത്തെ ഡിജിറ്റ് ആണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ 1000th ഡിജിറ്റ് ഏത് നമ്പറിനകത്താണ് വരുന്നതെന്നും കൂടെ നമ്മൾ ഫൈൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം? നമ്പേഴ്സ് ഫ്രം 1 to 9. 1 to 9 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ. ദെൻ 10 to 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 to 99. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? 99 മൈനസ് 10 ചെയ്യുക. ദെൻ അതിനോടൊപ്പം 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 89 പ്ലസ് 1 എന്ന് പറയുന്നത് 90 നമ്പേഴ്സ് കിട്ടും. അതായത് 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 90 നമ്പേഴ്സ്. ഈ 90 നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്ര ഡിജിറ്റ് നമ്പേഴ്സാ? 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണല്ലോ. അതായത് 11 12 അങ്ങനെ 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും? ടോട്ടൽ 90 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 2 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180 ഡിജിറ്റ്സ് ആണുള്ളത് ടോട്ടൽ. അപ്പോൾ 1 മുതൽ 9 വരെ 9 ഡിജിറ്റ്സ് ഉണ്ട്. ദെൻ 10 മുതൽ 99 വരെ 180 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ. ഡിജിറ്റ്സ് ആ പറയുന്നത്, നമ്പേഴ്സ് അല്ല, ഡിജിറ്റ് ആണ്. ഇവിടെ 90 നമ്പേഴ്സ് ആണ്. ഇവിടെ 90 നമ്പേഴ്സ്. ഓക്കെ, 90 നമ്പേഴ്സ്. അതിനകത്ത് 2 ഡിജിറ്റ് വീതം ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 180 ഡിജിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ടോട്ടൽ എത്ര ഡിജിറ്റ് ആയി? ഇവിടെ 180 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ 9 ഡിജിറ്റും ഉണ്ട്. 9 നമ്പേഴ്സ് ആണ്. 1 to 9 വരെ 9 നമ്പേഴ്സ് ആണ്. അതുപോലെ 9 ഡിജിറ്റും ആണ് അല്ലേ. ദെൻ അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഡിജിറ്റ് ആയി? ടോട്ടൽ ഡിജിറ്റ് 1 to 99 വരുമ്പോൾ എത്ര ഡിജിറ്റ് ആവും? ടോട്ടൽ ഡിജിറ്റ്സ് ഫ്രം 1 to 99 വരെ. 1 to 99 വരെ ആകുമ്പോൾ എത്ര ഡിജിറ്റ് ആവും? ഇവിടുത്തെ 9ഉം ഇപ്പോൾ കിട്ടിയ 180 കൂടെ നമ്മൾ ആഡ് ചെയ്യും അല്ലേ. 180 പ്ലസ് 9 ആകുമ്പോൾ 189 ഡിജിറ്റ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ, 189 ഡിജിറ്റ്സ്. ഇനി നമുക്ക് ടോട്ടൽ എത്രാമത്തെ ഡിജിറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1000th ഡിജിറ്റ്. അപ്പോൾ 1000th ഡിജിറ്റിൽ നമുക്ക് നമുക്കിവിടെ 189 കിട്ടി. ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? റിമൈനിങ് ഡിജിറ്റ്സ് നമുക്ക് 1000th ഡിജിറ്റിൽ നിന്നും ഇപ്പോൾ കിട്ടിയ 180 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇനി എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 811 എന്ന് കിട്ടും. ഈ 811 എന്ന് പറയുന്നത് എന്ത് ഡിജിറ്റ് നമ്പേഴ്സാണ്? ഇനി നമുക്കിവിടെ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ 99 വരെ എഴുതി. ഇനി വരുന്ന 811 നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്ത് നമ്പറാ? 3 ഡിജിറ്റ് നമ്പറാ അല്ലേ. ഓക്കെ അല്ലേ.
അപ്പോൾ ഈ 3 ഡിജിറ്റ് നമ്പർ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇനി അതെന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണം. അതായത് ഈ 811 ഡിജിറ്റിനകത്ത് 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഈ 811നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഓക്കെ അല്ലേ? നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇതാ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ടു റീച്ച് 811 ഡിജിറ്റ്. ഓക്കെ, അതായത് ഈ 811 ഡിജിറ്റ് വരണമെങ്കിൽ അതിനകത്ത് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 811 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. 3 ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കുക. 811 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 8നകത്ത് 2 ടൈംസ്, ദെൻ 6 2 1, ദെൻ 7 21, ദെൻ നമ്മൾ 1 എടുത്ത് എഴുതി. ഇവിടെ ഒരു കോഷ്യൻറ്റിൽ 0 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ റിമൈൻഡർ 1 എന്ന് കിട്ടി. അപ്പോൾ ഈ റിമൈൻഡർ ആണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ കോഷ്യൻറ്റിൽ എത്ര വന്നു? 270 ആൻഡ് റിമൈൻഡർ ഞാനിവിടെ എഴുതി റിമൈൻഡർ ഈക്വൽ ടു 1 എന്ന് എഴുതി, ആർ ഈക്വൽ ടു 1. അപ്പോൾ ഈ 270 എന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പർ ആണ്. 270 3 ഡിജിറ്റ് നമ്പർ. ഇവിടെ നമ്മൾ 2 ഡിജിറ്റ് നമ്പർ 99 വരെ കണ്ടു. ദെൻ ഇനി ഇവിടുത്തെ കോഷ്യന്റ് 270 3 ഡിജിറ്റ് നമ്പർ. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ 99ഓടൊപ്പം ഈ 270 ആഡ് ചെയ്യുക. ഈ റിമൈൻഡർ 1 ആണ് നമ്മുടെ 1000th ഡിജിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ 270 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കുക. ദെൻ 1000th നമ്പർ കണ്ടുപിടിക്കാൻ ഈ റിമൈൻഡർ 1 കൂടെ നമ്മൾ ആഡ് ചെയ്യുക. 270 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 270 3 ഡിജിറ്റ് നമ്പർ അത് കണ്ടുപിടിക്കാൻ നമ്മൾ 99 വരെയാണ് ചെയ്തത്. അതിനോടൊപ്പം ഈ 270 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 369 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 999th ഡിജിറ്റ് എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇതിലെ 9 ആണ് നമ്മുടെ 999th ഡിജിറ്റ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഇനി വേണ്ടത് എന്താണ്? 1000th ഡിജിറ്റ് ആണ്. 1000th ഡിജിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 1000th ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഈ 369ഓടൊപ്പം നമുക്കിവിടെ റിമൈൻഡർ 1 അല്ലേ കിട്ടിയത്? 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 370 എന്ന് വരും. 370 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് 9, 369 ലാസ്റ്റ് 9 ആണ് 999th നമ്പർ. അപ്പോൾ ഇതിനകത്ത് ഈ 370 എടുക്കുമ്പോൾ അതിനകത്ത് 1000th ഡിജിറ്റ് ഏതാ വരുന്നത്? ഇതിലെ ഫസ്റ്റ് നമ്പർ 3 ആയിരിക്കും വരുന്നത്. 1000th ഡിജിറ്റ് ഈസ് 3 വിച്ച് ഈസ് ഇൻ ദ നമ്പർ 370. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കുറച്ച് ഡിഫിക്കൽട്ടാണ്. കൂട്ടുകാർ ഒന്നുകൂടെ വീഡിയോസ് റിവൈസ് ചെയ്ത് കാണുക. ഓക്കെ അല്ലേ? വാട്ട് നമ്പർ വുഡ് കണ്ടെയ്ൻ ദ മില്യൺത് ഡിജിറ്റ്? മില്യൺത് ഡിജിറ്റിൽ ഏത് നമ്പറാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഓരോ നമ്പേഴ്സിലും എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കുക. ഡിജിറ്റ്സ് ഫ്രം 1 to 9. 1 to 9 എത്ര ഡിജിറ്റ് വരും? ഡിജിറ്റ്സ് ഫ്രം 1 to 9. 1 to 9 ആകുമ്പോൾ അവിടെ 9 നമ്പേഴ്സും ആണ് 9 ഡിജിറ്റ്സും ആണ് ഉള്ളത് അല്ലേ? ദെൻ ഡിജിറ്റ്സ് ഫ്രം 10 to 99. 10 to 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? നമ്മൾ തൊട്ട് മുന്നേ ചെയ്തു. എത്ര നമ്പേഴ്സ് അവിടെ ഉണ്ട്? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 99 മൈനസ് 10 ചെയ്യുക. ദെൻ അതിനോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കിട്ടും. ഇവിടെ 89 + 1 90 എന്ന് കിട്ടും. ഓക്കെ, ഈ 90 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ? 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഈ 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഈ 90-നകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 180 ഡിജിറ്റ്സ് ഉണ്ടെന്ന് കിട്ടും. ഓക്കെ അല്ലേ? ദെൻ 180 ഡിജിറ്റ്സ്. ദെൻ വീണ്ടും നമ്മൾ ഡിജിറ്റ്സ് ഫ്രം 100 to 99 ചെയ്യുക. 999 ചെയ്യുക. അപ്പോൾ 100 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? അത് കണ്ടുപിടിക്കാൻ ഈ 999 മൈനസ് 100 ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ 899 എന്ന് കിട്ടും. ദെൻ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 900 എന്ന് കിട്ടും. അപ്പോൾ ഈ 900 നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണല്ലോ. ഇവിടെ 100 മുതൽ 999 വരെയുള്ളത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ 900 നമ്പേഴ്സിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് വരുമ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട്? 27 and 20 ഇടുക. 2700 ഡിജിറ്റ്സ് ആണ് കേട്ടോ. ഡിജിറ്റ്സ് ഉണ്ട്. ദെൻ അഗെയിൻ നമ്മൾ 1000 മുതൽ 9999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും?
ഇവിടെ നമുക്ക് എത്ര ഡിജിറ്റ്സ് എന്ന് കിട്ടും? 9000 നമ്പേഴ്സ് ഉണ്ടാവും. ഈ 9000 നമ്പേഴ്സിനകത്ത് എന്ത് ഡിജിറ്റാ? 4 ഡിജിറ്റ് ആണ്. അപ്പോൾ 4 ഡിജിറ്റ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ 9000 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 ഡിജിറ്റ്സ് എന്ന് വരും. 36,000 ഡിജിറ്റ്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഡിജിറ്റ്സിന്റെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ 10,000 ടു 99,999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? വീണ്ടും നമ്മളിത് സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90,000 നമ്പേഴ്സ് എന്ന് കിട്ടും. ഈ 90,000 നമ്പേഴ്സ് എന്ന് പറയുന്നത് 5 ഡിജിറ്റ് നമ്പർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 90,000 നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 4,50,000 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മൾ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. 1 to 9 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്, ദെൻ അതിനകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ട്. ദെൻ 2 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ 90യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 3 ഡിജിറ്റ് ആകുമ്പോൾ 900നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഡിജിറ്റ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 5 കണ്ടുപിടിക്കാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അപ്പോൾ ടോട്ടൽ ഇതിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട്? നമ്മളിപ്പോൾ ഡിജിറ്റ്സ് ആണല്ലോ കണ്ടുപിടിച്ചത്. ഇവിടെ 9 ഡിജിറ്റ്, ഇവിടെ 180 ഡിജിറ്റ്, ഇവിടെ 2700 ഡിജിറ്റ്, ഇവിടെ 36,000 ഡിജിറ്റ്, ഇവിടെ 4,50,000 ഡിജിറ്റ്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാൻ ഈ കിട്ടിയ ഡിജിറ്റ്സ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? 9 പ്ലസ് 180 പ്ലസ് 2700 പ്ലസ് 36,000 പ്ലസ് 4,50,000. 4,50,000. ഓക്കെ അല്ലേ? 4,88,889 ഡിജിറ്റ്സിന്റെ എണ്ണമാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഡിജിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എന്താണ്? മില്യൺത് ഡിജിറ്റ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബാക്കി റിമൈനിങ് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? മില്യൺത് ഡിജിറ്റിൽ നിന്നും, അതായത് മില്യണിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ആൻസർ സബ്ട്രാക്ട് ചെയ്യുക. ദെൻ റിമൈനിങ് ഡിജിറ്റ്സ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് മില്യൺ നമ്പർ ഓഫ് ഡിജിറ്റ് ആണല്ലോ. മില്യൺ മീൻസ് 10 lakh. അപ്പോൾ ഈ 10 lakh ഡിജിറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കിട്ടിയ ഈ ആൻസർ സബ്ട്രാക്ട് ചെയ്യുക. 4,88,889 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 5,11,111 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ഡിജിറ്റ്സ് ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയും ഡിജിറ്റ്സ് എന്ന് പറയുന്ന എന്തൊരു ഡിജിറ്റ് നമ്പർ ആയിരിക്കും? നമ്മളിവിടെ 5 ഡിജിറ്റ് വരെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി വരുന്ന ഡിജിറ്റ് എല്ലാം എന്താണ്? 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും അല്ലേ? അപ്പോൾ 6 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ അതിനകത്ത് എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കിട്ടിയ ആൻസറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ നമ്പർ ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ്. 6 ഡിജിറ്റ് നമ്പർ നമുക്ക് ഇനി റിമൈനിങ് 5,11,111 ഡിജിറ്റ് ആണുള്ളത്. അതിൽ 6 ഡിജിറ്റ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. 5,11,111നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കൂട്ടുകാരൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ 85,185 കോഷ്യന്റ് വരും. റിമൈൻഡർ അവിടെ 1 കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ 85,185 എന്നും ദെൻ റിമൈൻഡർ 1 എന്നും കിട്ടും. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഇൻ മില്യൺത് ഡിജിറ്റ്. അപ്പോൾ മില്യൺത് ഡിജിറ്റ് വരുന്ന നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ഇതാ ഇവിടെ കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? ഇവിടെ 9, ദെൻ ഇവിടെ 90, 900, 9,000, 90,000 അല്ലേ? അപ്പോൾ ഇനി അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കിട്ടിയ ഈ 85,185 കൂടെ ആഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നമ്പർ കിട്ടുന്നത്. ഫസ്റ്റ് 9 പ്ലസ് 90 പ്ലസ് 900 പ്ലസ് 9,000 പ്ലസ് 90,000 പ്ലസ് ദെൻ അടുത്ത ഏതാ? നമുക്കിപ്പോൾ കിട്ടിയ ഈ നമ്പർ 85,185. അത് കൂട്ടുകാരൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 81. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് 1,85,184 എന്ന് കിട്ടും. അപ്പോൾ ഇത് കൂട്ടുകാരന് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് മില്യൺത് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? മില്യൺത് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ കിട്ടിയ ആൻസറിനോടൊപ്പം നമ്മുടെ റിമൈൻഡർ 1 ആഡ് ചെയ്താൽ പോരെ? ഓക്കെ, ഇതിനോടൊപ്പം നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 185,184
185 എന്ന് കിട്ടും. ഇതാണ് മില്യൺത് ഡിജിറ്റ് വരുന്ന നമ്പർ. ദെൻ മില്യൺത് ഡിജിറ്റ് ഏതായിരിക്കും? അപ്പോൾ ഇതിലെ ഫസ്റ്റ് നമ്പർ ആയിരിക്കും മില്യൺത് ഡിജിറ്റ് എന്ന് പറയുന്നത്. അതായത് 1 ഈസ് ദ മില്യൺത് ഡിജിറ്റ് ഇൻ 1,85,185. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1 to 9 വരെയുള്ള ഡിജിറ്റ്സ് കണ്ടുപിടിക്കുക. ദെൻ അതിനകത്ത് 1 to 9 വരെയുള്ള നമ്പേഴ്സ് എത്രയുണ്ടെന്ന് നോക്കുക. ദെൻ അതിനകത്ത് എത്ര ഡിജിറ്റ്? ഇവിടെ 1 to 9 വരെ 9 നമ്പേഴ്സും ആണ്, 9 ഡിജിറ്റും ആണ്. ദെൻ 10 to 99 വരെ 90 നമ്പേഴ്സ് ഉണ്ട്. അത് 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് അതിനകത്ത് 180 ഡിജിറ്റ്സ് ഉണ്ടാവും. ദെൻ അതുപോലെ 100 to 999 900 നമ്പേഴ്സ് ആണുള്ളത്. അത് 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 2700 എന്ന് വന്നു. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് ഇവിടെ 1000 മുതൽ 9999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9000 നമ്പേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് 4 ഡിജിറ്റ് നമ്പർ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അതുപോലെ 5 ഡിജിറ്റ് നമ്പേഴ്സ് 5 ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ദെൻ ടോട്ടൽ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഈ ഡിജിറ്റ്സ് എല്ലാം കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തു. ദെൻ ഇവിടെ മില്യൺത് ഡിജിറ്റ് ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. മില്യൺത് ഡിജിറ്റ് മീൻസ് 10 lakh ആണ്. 10 lakh ഡിജിറ്റ്. അപ്പോൾ റിമൈനിങ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഈ 10 lakhൽ നിന്നും ഈ കിട്ടിയ നമ്പർ ഓഫ് ഡിജിറ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. 5,11,111 കിട്ടും. അപ്പോൾ ഇനി ഇതെന്ന് പറയുന്നത് 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഇതിനകത്ത് എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ കിട്ടിയ ആൻസറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു റിമൈൻഡർ കിട്ടും. റിമൈൻഡർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഈ റിമൈൻഡർ 1 ആണ് നമ്മൾ മില്യൺത് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്പേഴ്സ്, ഈ കിട്ടിയ നമ്പേഴ്സ് ഡിജിറ്റ് അല്ല, നമ്പേഴ്സ് 9, 90, 900 എന്ന് പറയുന്ന നമ്പേഴ്സും പിന്നെ ഇപ്പോൾ കിട്ടിയ 6 ഡിജിറ്റ് നമ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്തതിന് ശേഷം മില്യൺത് ഡിജിറ്റ് വരുന്ന നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ 1 കൂടെ എന്ത് ചെയ്യും? അതിനോടൊപ്പം ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ലാസ്റ്റ് കിട്ടിയ ആൻസർ ആണ് മില്യൺത് നമ്പർ വരുന്ന ഡിജിറ്റ്. മില്യൺത് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയും? ഇതിലെ ഫസ്റ്റ് നമ്പർ എന്നാ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിമൈൻഡർ 2 ആണ് വന്നിരുന്നെങ്കിൽ നമ്മൾ 2 ആഡ് ചെയ്യണമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കൂട്ടുകാരൊന്ന് റിവൈസ് ചെയ്ത് കാണുക. നല്ല ലൈക്ക് ചെയ്യാത്ത മക്കള് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക്